വിട്ടെണ്ണിച്ച പുതിയ വീട് എങ്ങനെ ഉണ്ട് പറഞ്ഞ വേണ്ടേ അല്ലേ? ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോൾ അമ്മേന്റെ വിശേഷം തന്നെ. അമ്മേന്റെ വിശേഷം എന്റെ അസുഖം പറഞ്ഞോടത്തെ അസുഖമൊക്കെ കുറവുണ്ട്. ഇന്നിപ്പോ പുറത്തിറങ്ങി അടുക്കള ഭാഗത്തു കൂടെ ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. മറ്റത് ഉമ്മറത്ത് കൂടെ അങ്ങനെ ഒക്കെ നടക്കുള്ളൂ. പിന്നെ എന്താ പറയാ, പുറത്തിറങ്ങിയിട്ട് ഇത്ര സന്തോഷത്തിൽ നിൽക്കാനൊരു കാരണം കൂടി ഉണ്ട്. ഇന്ന് പെട്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടിയത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഫാമിലിയിലത്തെ ഒരംഗം നമ്മളെ കാണാൻ വരുന്നുണ്ട്. കോഴിക്കോട് കുന്നമംഗലം പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കാണാൻ വരുന്നത് കേട്ടോ. അപ്പോൾ അവർ പോന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ വിളിച്ചിട്ടില്ല, എവിടെ എത്തി എങ്ങനെയൊന്നും അറിയില്ല. നമ്മൾ മാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, റൂട്ട് മാപ്പ്. അപ്പോൾ നമ്മൾ ഓരെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏത് സമയത്ത് എത്തി അറിയില്ല. പിന്നെ കോഴിക്കോട്ട് നിന്നാവുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. താത്തയും കുട്ടികളും കാക്കല്ലാന്ന് പറഞ്ഞോട്. താത്തയും കുട്ടികളും വേറൊരാളും കൂടി ഉണ്ട്. പിന്നെ ഓട്ടോറിക്ഷ ആളുണ്ടാവും. ഓട്ടോറിക്ഷയ്ക്കാ വരുന്നത് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അങ്ങനെ നമ്മളെ കാണാനായിട്ട് അത്രയും ദൂരത്തുനിന്ന് വരികയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. എന്താ കൊടുക്കാന്നൊന്നും ഇതായിട്ടില്ല. പക്ഷെ എന്നാലും ചെറുതായിട്ട് പെട്ടെന്ന് പോയിട്ട് കൊണ്ടുവരാം. പെട്ടെന്ന് വിളിച്ചാണ്. അപ്പം നമുക്ക് ചെറിയൊരു പരിപാടി. അമ്മ പറയ്, എന്തൊക്കെ വിശേഷം പറഞ്ഞേ. അപ്പൊ അമ്മേന്റെ മരുന്ന് കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ കുറെ ആൾക്കാർ കുറെ മരുന്നുകളൊക്കെ പറഞ്ഞു തന്നുണ്ട്. ആയുർവേദം പിന്നെ ഒഴിച്ചില് ഉള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് മരുന്നുണ്ട്. അതിങ്ങനെ തുടർന്ന് പോവുകയാണ്. കുറവാണെന്ന് വെച്ചാൽ കുറവാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മള് ആയുർവേദം കാണിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മള് വിരുന്നുകാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വിരുന്നാര് വന്നിട്ട് വിരുന്നാരെ കാണിച്ചു തരാം. അപ്പൊ അമ്മ അവിടെ ഇങ്ങനെ ഇരുന്നോളി, കുറച്ചു നേരം പോയി കടന്നോളി. എന്നിട്ട് നോക്കട്ടോ. അറിയണ്ടേ. അപ്പൊ ഇന്നലെ കുറച്ച് നമ്മളെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ ഇന്നലെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഒരാൾ വരുന്നത്, ഒരാൾക്ക് നിച്ചുണ്ടാവും സ്റ്റാറ്റസ് വെച്ചിരുന്നു. അപ്പൊ ഓരെ കണ്ടാലും പറഞ്ഞിട്ടില്ല വരുന്നു. ഇന്നാ പറഞ്ഞത്, ഇന്ന് 10-11 മണി നമ്മളാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓലെ വെയിറ്റ് ചെയ്യാം. അതെ, വന്നിട്ട് കാണാം. ഇവിടെ എത്താനായി. എന്താ സ്പെഷ്യല്? നമ്മളെ വിരുന്നാരെ എത്താനായിട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും ദൂരത്ത് നമ്മളെ കാണാൻ വരും പറഞ്ഞാല് എന്താ പറയാ അല്ലേ? ഒന്നല്ലാത്ത നമ്മള് കൊറേ ആൾക്കാർ കാണാൻ വരിക. അപ്പൊ നാളെ ഉണ്ട് സർപ്രൈസ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്തൊക്കെ തൽക്കാലം എന്താ കൊടുക്കുന്ന ചെറിയ പരിപാടി അല്ലേ. അപ്പൊ നമ്മള് ചിക്കന് കൊണ്ടുവന്നിട്ട് കേട്ടോ. ചിക്കൻ കൊണ്ടുവന്നു. പിന്നെ നമ്മള് ചിക്കനിക്ക് വർത്താനം പറഞ്ഞിട്ടൊക്കെ പാക്കിണ്ട് പൊറാട്ടയാണ് കേട്ടോ. കാരണം പെട്ടെന്ന് കൊണ്ട് നമുക്ക് എന്താ ഉണ്ടാക്കേണ്ട അറിയില്ല. പിന്നെ പത്തിരി ഉണ്ടാക്കാന് ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ പെട്ടെന്ന് നടക്കണ ഇതല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് റോട്ടുമ്മ വന്ന് കൊണ്ടുവരാൻ പോണ്ടേ. അപ്പൊ ചിക്കനിക്ക് ഇത് ഇട്ടിട്ട് പോവാ കേട്ടോ. അപ്പൊ നമ്മളെ വിരുന്നാരെത്തിട്ടോ. നമ്മള് കാത്തിരുന്ന ഇതാണ് നമ്മളെ താത്ത. ഹായ്. താത്താന്റെ മരുമകളാണ്. ഇത് മകളാണ്. ഹായ്. ഇത് മരുമകളോ? മരുമകള്. ഇത് താത്താന്റെ പേര് പറഞ്ഞെടുത്ത സുമയ്യ. അല്ല, ശരിക്കും സ്ഥലത്തിന്റെ വരുന്നത് കാരന്തൂര്. എവിടെയാണ്? ടൗണിൽ. കോഴിക്കോട് കഴിഞ്ഞിട്ട്. കോഴിക്കോട് കഴിയണ്ട, മർക്കസ് ഒക്കെ അല്ലേ. മർക്കസ് എന്റെ വീടോടെ, മരുമകളെ വീടോടെ മുക്കം. അരീക്കോട് മുക്കം. സന്തോഷം. നല്ല ദൂരം. ഷോർട്ട് വഴി ആണെങ്കിലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങിട്ട് ശരിക്കും വർത്താനം പറയാം. ഷിജി പുറത്തേക്ക് ഇറങ്ങിട്ടേ വർത്താനം പറയാം. ഇൻസ്റ്റന്റ് ഐഡി പറഞ്ഞു കൊടുക്ക്. അത് പ്രൈവറ്റ് ആണ്. പരിപാടി ഞാൻ കുപ്പിയിലാക്കിയാണ് വെച്ചിരുന്നു. കൊറേ കുറഞ്ഞിരുന്നു. ഇപ്പൊ കഴിക്കും. വീണ്ടും വരുന്നുണ്ട്. കുറവായി. നിങ്ങളെ മരുമകൾക്ക് കുറവാണ്. ആണോ? അങ്ങനെയൊന്നുമില്ല.
ഇരുന്നോളിയമ്മ ഓരോ പരിക്ക് രണ്ട് ബ്രെഡ് നമ്മളെ ഡ്രൈവർക്കാർക്ക് വരുന്നില്ല കാക്കറില്ല പൊറാട്ട ഷിജി എന്തേലും പറഞ്ഞു കൊടുക്ക് ഞാനൊരു കഷ്ണം കൂട്ടുന്നില്ല. നമ്മളെ വിരുന്നേരെ അപ്പൂസേ ഇരുന്നോ എന്നാ വിളമ്പി കൊടുക്കുവർക്ക് ഞാനൊന്നും തെറ്റിക്കല ഷിജി എന്റെ പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വിരുന്നുകാരെത്തി വിരുന്നുകാർക്ക് ബ്രെഡ് ഉണ്ട് പൊറാട്ട ഉണ്ട് സൂപ്പർ ആട്ടോ. സൂപ്പർ പൊറോട്ട ആദ്യമായിട്ട് കഴിക്കലല്ലോ അല്ലേ പൊറാട്ട വേണ്ടെന്ന് എന്തായാലും വരാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, വരാൻ പറ്റി വളരെയധികം സന്തോഷം. ഞങ്ങൾക്കും സന്തോഷം. ഞങ്ങളിങ്ങനെ കാര്യം വിചാരിച്ചാൽ അമ്മനൊന്ന് കാണാനൊക്കെ പറ്റി, സിജിനെ കാണാൻ പറ്റി, വളരെ സന്തോഷം. അതെ, വിചാരിച്ചതല്ലോ അല്ലേ? ഇന്നലെ രാത്രി കൂടി കരുത്തിയില്ലല്ലോ. അപ്പൊ ഈ ചാളക്കൊണ്ട് ഇവർക്ക് ശല്യം ഉണ്ടോ? നമ്മള് ബ്ലോഗ് കാണുന്നത് അല്ലാണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇത് താത്താന്റെ മരിയോളാട്ടോ, കുറച്ച് മടിയുണ്ട് തോന്നുന്നു. താത്തക്ക് മടിയില്ലെങ്കിൽ മടിയില്ല, അതാണ്. ഞാനൊരു അങ്ങനെ അടിച്ചു. താത്താന്റെ മരുവളല്ലേ പിന്നെ ഷിജി ഇവൾക്ക് തീരെ മടിയില്ല. നമ്മളെ ചങ്ക എനിക്ക് മടിയൊന്നുമില്ല. ഇവള് ഞങ്ങളും തുടങ്ങും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇപ്പൊ നമുക്ക് കാണാലോ. ചാനലിൽ കൂടെ ഞങ്ങൾ അറിയിക്കും. പെട്ടെന്ന് ഓക്ക് ഇഷ്ടപ്പെട്ടാലേ ആവൂ. ഓൾക്ക് തുടങ്ങാൻ ഇഷ്ടമുണ്ട്. അതെ, നമ്മള് പ്രോത്സാഹിപ്പിക്കും അല്ലേ? പിന്നല്ലാതെ. അതെ, അയൽവാസികൾക്ക് വരെ പോകൂല. അവിടുത്തെ അയൽവാസികളൊന്നും മിണ്ടൂല. ശരി, ഞങ്ങളിവിടെ അതെ, ഇവിടെ എല്ലാരും ഞങ്ങളവിടെ വീട്ടിൽ ഒരു ദിവസം ഒരാൾ വരാത്തില്ല. ബാലവാടിക്ക് വരുന്നവരും സ്കൂൾക്ക് വരുന്നവരും ഒക്കെ ഞങ്ങളടുത്ത് വന്നിട്ട് പോണ്ടേ, വീട്ടിൽ പോണ്ടേ? നിങ്ങളെ വീട്ടിലല്ലേ അവിടേക്ക് പുതിയ വീട് വീട് കാണിക്കാന്, കാണാന്. നമ്മളിങ്ങനെ വീഡിയോയില് കാണിച്ചു കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അപ്പൊ നേരിട്ട് കാണാന്. പോലെടാ, അപ്പൊ അമ്മക്ക് പോരാ ആഗ്രഹമല്ല, അമ്മ തൽക്കാലം അവിടെ നിൽക്കട്ടെ കേട്ടോ. ചിരിയുള്ളൂ. അപ്പൊ പോയി അപ്പോൾ ചുറ്റും കൊണ്ടല്ലേ ശരിയല്ലേ വേണ്ടേ? ആണെങ്കിൽ പൊട്ടണൊക്കെ ഇടോക്കെ മുരിങ്ങന്റെ മുരിങ്ങയും കിട്ടൂല, മുരിങ്ങന്റെ ഇലയും കിട്ടൂല, കൊമ്പും കിട്ടൂല, ഒന്നും കിട്ടൂല. അപ്പൊ മുരിങ്ങ കൊമ്പൊക്കെ കൊടുത്തുവിടാ, നമ്മൾക്ക് അതൊക്കെ കൊടുക്കാനുള്ളൂ. അപ്പൊ നിങ്ങള് പറിക്കുന്ന വീട് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ ഇന്നലെ പൊട്ടിച്ച മുരിങ്ങന്റെ കമ്പാണ് ഇത്. മതി, ഇത് ഇവിടെ വെട്ടിക്കളയാ, എന്നിട്ട് 2 ചെറിയ പീസാക്കിയാല്. അപ്പൊ പിന്നെ ഇത് ബാലവാടിയാണ്, ഇവിടുന്നാണ് മുരിങ്ങ കൂടുതൽ കൊടുക്കല്. ബാലവാടി പൊളിച്ച്. അല്ല, ഞങ്ങള് ഈ വീട്ടിലുള്ള വീട് കണ്ടിട്ടുണ്ട് നിങ്ങള്? ഈ വീട്ടിലുള്ള വീട് കണ്ടിട്ടുണ്ടോ പഴയത്? അങ്ങനല്ല, പൊളിക്കുന്നതിന്റെ മുന്നേ ഓരോന്ന് പാമ്പും ഇതൊക്കെ നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. കൊടുക്കലേ എല്ലാ പരിപാടിയും അതിനൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൂസേ വീട് കാണിച്ചു കൊടുക്കാം നമ്മളെ. അപ്പൂസേ വാ, മെല്ലെ കേറിക്കുന്നു. ചെരുപ്പന്തിനാ ഒരു പണി കയറിക്കൊണ്ടിരിക്കണ വീടല്ലേ, അങ്ങോട്ട് കയറാൻ കഴിയുന്നത് വേണ്ട. വേഗം വീട് പണി കഴിയട്ടെ. ഉറക്കെ പറയും, എന്നിട്ട് പാട്ട് എടുത്തിട്ടുണ്ട് താത്ത. വീട് പണിയൊക്കെ എത്രയും പെട്ടെന്ന് ഷറാട്ടെ. അപ്പൊ ഞാരെ പാട്ട് ഇടണിച്ച അടിപൊളി മാപ്പിള പാട്ടേ, അടിപൊളി മാപ്പിള പാട്ട്. ഞാൻ തിരിഞ്ഞിന്ന് പാടാം. പാടില്ലേ പാട്ട്? ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ,
എന്നാലും അവളൻ എന്റെ സുന്ദരിയാണ്. 14-ാം രാവുദിക്കും പോലൊരു ചിരി. ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടി. 14-ാം രാവുദിക്കും പോലൊരു ചിരിയാണ് അടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണ്. അപ്പൊ ആരും കൈയ്യൊട്ടില്ല, നിങ്ങൾ ആരും കൈയ്യൊട്ടില്ലല്ലോ, കൈയടിച്ചെടുക്കില്ലല്ലോ. ഞാനേ ഇതെപ്പോഴും യൂട്യൂബിൽ അടിച്ചിട്ട് ഇങ്ങനെ കേൾക്കണ പാടും, പക്ഷെ പെട്ടെന്ന് പാടാൻ വന്നപ്പോ ഒരു വൈക്ലഭ്യം. ഇപ്പൊ അമ്മയ്ക്ക് വയ്യാതെ പക്ഷെ അമ്മയും പാടലില്ല. മറ്റേ അമ്മ രണ്ടുപേരും അമ്മയ്ക്ക് എപ്പോഴും കിട്ടും പഴയ പാട്ടാണെങ്കിൽ. പിന്നെന്ത് എന്നരികിൽ അവളുണ്ടെന്നാൽ ദുഃഖം ഞാൻ അറിയില്ല, അറിയാതെ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉറങ്ങില്ല, ഇന്നോളം പരിഭവം ഒന്നും പറയാത്തൊരു പെണ്ണാണ്, ഒന്നോളം സ്നേഹമൊരുക്കി കഴിയുന്നൊരു മോളാണ്, ഒരു നേരം തിരിയുമ്പോഴും എന്റെ മനസ്സിൽ സങ്കടമാ. അടിപൊളിയാണ് വീഡിയോ തന്നെയാണ്. ഇപ്പച്ചിത് രാത്രി ചീത്തറിയും ചെലപ്പോ അല്ലേ? ഇപ്പച്ചി ചെലപ്പോ ചീത്തറിയും രാത്രി പാട്ടുകൾ. കോടിയത്തൂരിന്റെ പാട്ടാണ് അല്ലേ? എല്ലാരും ലൈക്ക് ചെയ്യാ, അടിച്ചു പൊട്ടിക്ക. ഒരുപാട് ഒരുപാട് അപ്പൊ ഇനി ഒരിക്കൽ നമ്മള് മുരിങ്ങ എടുത്ത് കൊടുക്ക, നമ്മളെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. മനസ്സിലായി, നമ്മളെ വീടിന്റെ ഹാള് അത് മനസ്സിലായില്ലേ? കേട്ടോ ഇതിപ്പോ പഠിച്ചോൻ എന്തോ ഒരു ഇതില് എവിടോ കിട്ടണ ഞാൻ ഇവിടെ വന്ന്. അതെ, നമ്മള് മുൻജന്മത്തിലുള്ള അങ്ങനെ പറയണേക്കാം അല്ലെ? മുൻജന്മത്തില് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ബന്ധമുള്ള കാരണമാണ് നമ്മൾ ഈ ജന്മത്തില് ഉള്ള ഇത് ഉണ്ടെന്ന് പറയണ കേക്കാം. അതന്നെയാണ് സത്യം എന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് 3-4 ദിവസമായിട്ട് ഇങ്ങോട്ട് വരണമെന്നാ അല്ലേ? മനസ്സ്. ഇന്ന് വരുന്ന ഏട്ടനോട് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് വരാം, ഞാൻ ഒറ്റ ഒരാളെ നിന്റെ മനസ്സിന്ന് പെട്ടെന്ന് ഇപ്പൊ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരേന്ന് ഒരു ഇതുണ്ട്, വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നാമത് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അടുത്തില്ലേ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരാഴ്ച മുന്നേ അത് തല പുകച്ച് പോണ്ടേണ്ട ഒരുക്കാനൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയോ, പോയാലോ എന്താവും എങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇത് പറഞ്ഞാല് ഒരു വല്ലാത്തൊരു ബന്ധം. അപ്പൊ നമുക്ക് അവർക്ക് മുരിങ്ങ അരച്ചു കൊടുക്കാം. നിങ്ങൾ കൊറേ നേരം നമ്മളെ റൂം മാറ്റി കൊടുക്കട്ടെ. ഇവിടെ കോണിണ്ട്. പുതിയ വീട് എങ്ങനെയുണ്ട് പറഞ്ഞ? സൂപ്പർ സൂപ്പർ സൂപ്പർ. എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാ. അടിച്ചു പൊട്ടിക്കാം. പിന്നെ പറയുന്നില്ലേ, നിങ്ങള് ബാക്കി പറയാം. നിങ്ങൾ വ്ലോഗ് കാണുമ്പോൾ തന്നെയാണ് ഭയങ്കര സ്നേഹമാണ് ഞങ്ങളോടൊക്കെ അവർക്ക്. നല്ല സ്വഭാവം, അല്ല അതിന് മാറ്റം വന്നിട്ടില്ലല്ലോ. ഇല്ല അതിലൊരു മാറ്റവും ഇല്ല. നല്ല അഭിപ്രായം ഞങ്ങൾക്ക്. എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്നാ പറഞ്ഞതിന് മുരിങ്ങ അടിച്ചുതരാം. എന്താ പറയണത്? കൊല്ലായിട്ടുള്ളൂ. എന്താ പറയണേ? വെള്ളമുണ്ട്. എന്തിനാ പഠിക്കുന്ന? ഞാൻ ഏവിയേഷനാ പഠിക്കുന്നത്, ക്യാബിൻ ക്രൂ ആവാന്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കട്ടത് ശരിയാവാൻ അല്ലേ? എങ്ങനെ പറയണ്ടൊക്കെ അറിയില്ല. എന്ത് കള അങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഫ്ലൈറ്റിൽ എപ്പോഴും പോകുമ്പോ അപ്പൊ ഞങ്ങള് വരണ്ട കേട്ടോ, ഞങ്ങള് വരണ്ട ഫ്ലൈറ്റില്. പോണ് നിങ്ങളെ കൊണ്ടുപോകൂലേ? പക്ഷെ ഇജ മുരിങ്ങ അടിച്ചത് കൊറേ നേരം. വ്ലോഗ് മൊത്തം മുരിങ്ങ ഫുള്ള് പറിച്ചോ, ഫുള്ള് പറിച്ചോ. അപ്പൊ ഒട്ടിക്കണ്ട കേട്ടോ, നമുക്ക് പിന്നെ എടുക്കാം. അതാണ് അപ്പൊ വല്ലാതെ കുമ്പോയ്ക്ക് പോലെ കേട്ടോ. എന്താ പഠിക്കുക? ഞാൻ BBA ഏവിയേഷൻ. അപ്പൊ മുബീന കാണിച്ചാലോ? കാണിച്ച് തട്ട ശരിക്കില്ലേ? പാട്ട് പാടി തന്നു. പാട്ട് പാടി? അല്ല നമ്മളെ ടീച്ചറും പാട്ട് പാടൂല. ടീച്ചറല്ലേ? ടീച്ചറാണ്. ടീച്ചറും പാടൂട്ടോ. അതാണ് ഡാൻസ് അല്ലേ? ഷാനുട്ടാ നീ വരുന്നവരെ കണ്ടോ?
അവിടെ വീഴല്ലോ കേട്ടോ. ആ പാട്ട് അതിന് തുടങ്ങിയിട്ടൊന്നുമില്ല, അതൊക്കെ വെറുതെ ഒരു പാട്ടിട്ടതാ. പാട്ട് ഉഷാറാണ്. ഞാൻ തമിഴാണ് അധികം പാടുന്നത്. അതൊന്നും വേണ്ട മതി. തമിഴോ? എന്നാ തമിഴ് പാടാം നമുക്ക് ഒരു പ്രാവശ്യം. ആ മതി. ആ തലപ്പ് കൊടുത്തണം. നിക്കും അതാ പോണ് കളെ മുരിങ്ങൻ ചക്കക്കുരും. എനിക്ക് ഇഷ്ടണ്ടാവില്ലാണെങ്കിൽ തോരൻ വെച്ചാൽ മതി. എനിക്കിഷ്ടമാണ്. ആ ചാടി തോരൻ വെക്കാം. അധികം തിന്നാന്നൊക്കെ വിചാരിക്കും. നമ്മളൊന്ന് കാണാ. കുറച്ചുണ്ട് ഒരേ ഏടിയൊക്കെ പോയത്. എന്നാലും 9 മണി അത്ര എത്തും. അമ്മനെ കണ്ടില്ലേ? വീട്ടില് മുരിങ്ങല്ല. എന്റെ വീട്ടിൽ മഞ്ഞല്ല, ഞാനിതാ കണ്ടറിയില്ലേ ഇവിടെ അപ്പൊ ഈ കൊമ്പ് ഉണ്ടായിട്ട് അങ്ങോട്ട് പറയണം കേട്ടോ കമന്റില്. ഈ കൊമ്പ് കുത്തിട്ടുണ്ടായിട്ട് പറയണം. അയച്ചു തരുന്നു. ഇപ്പൊ ഇവൾക്കാണ് മുരിങ്ങ കൂടുതൽ വേണ്ടത്. അല്ലേ? വേണ്ട ഉമ്മാക്ക് എന്നാ പോവാ. ഇറങ്ങാൻ നിക്കാണ്. കരയരുത്, ആരും പോകുമ്പോ കരയരുത്. അതെവിടെ അത് നമുക്ക് പഠിച്ചിട്ട് എന്താ കുട്ടികൾക്ക് അതാ കേക്ക് ഉണ്ടോ? കേക്കല്ല ആ അത് കഴിക്കാണ്. അത് ഞങ്ങൾക്ക് എന്നാലോ കാണണ്ട. പച്ചവെക്കാൻ പോട്ടെ. ഒന്നും വേണ്ടേ ഓനൊക്കെ കുട്ടിക്ക് നമ്മളെ കുട്ടിയൊക്കെ കൊണ്ടുപോവാന് അരിനെല്ലിക്ക. എടവാ ഇവനാണ് അരിനെല്ലിക്കന്റെ പൂതി. ഇന്നലെ വീഡിയോ ഉണ്ടല്ലോ ജി. ഇന്നാടാ ആ അന്ന് 7 മണിക്ക് വരും കേട്ടോ. ഇപ്പൊ എടുത്തിട്ടോ കാക്ക പറക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളെ വീഡിയോ ഓളോട് പെറുക്കാൻ പറയാണ്. വേണ്ടേ ഇപ്പൊ ചാടും ഇപ്പൊ ചാടും. മുകളില് കുറച്ചും കൂടി ഉണ്ട്. കൊമ്പത്ത് പിന്നെയും കണ്ടേനു. കുറച്ചും കൂടി ഉണ്ട്. ഈ വലിപ്പം കിട്ടണം. ഇപ്പൊ ചാടുട്ടോ നോയിക്കോ. എത്ര ഉണ്ട്? ഇന്നലത്തെ കാട്ടിലുണ്ടോ? കൈയ്യിട്ട് കെട്ടിച്ച് ചേച്ചീനെ നേരല്ല. പിന്നെ കാണട്ടോ. ടാറ്റാ. ആ ടാറ്റ. ഞങ്ങൾ പറഞ്ഞത് ആരും മറക്കണ്ട, എല്ലാരും സപ്പോർട്ട് ചെയ്തോട്ടോ. അതിനൊരു ഓയിൽമെന്റ് വാങ്ങിച്ചു. എല്ലാവർക്കും ഞാൻ തോറ്റു. എന്നാ പോയി വരാം. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ വിരുന്നുകാര് പോയി. വിരുന്നാരെ യാത്രയ്ക്ക് നിൽക്കാൻ ഞങ്ങള് പ്രതീക്ഷിക്കാതെ വരവും പോക്കും ഒക്കെ അമ്മയ്ക്കൊന്ന് വലിയ സന്തോഷായിട്ടല്ലേ അമ്മ? അമ്മയ്ക്ക് ഇന്ന് അസുഖം കുറഞ്ഞോ മോൻ കണ്ടിട്ട്? കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ? മാറി. ഇപ്പൊ നമ്മളെ വീടൊക്കെ പോയി കാണിച്ചു കൊടുത്തത്. നമ്മളിങ്ങനെ അറിയാത്ത പ്രതീക്ഷിക്കാത്ത ആൾക്കാർക്ക് നമ്മളെ ഇത്രയും സ്നേഹം കൊണ്ടല്ലേ പിന്നെ അത്രയും നമ്മളെ ഈ കൊച്ചു വീട്ടിലേക്ക് അത്ര വലിയ ആൾക്കാർ വന്നു പറയുമ്പോ നമുക്ക് നമുക്ക് മുട്ടായി ഒക്കെ കൊണ്ടുവന്നിട്ടാ ഞാൻ കാണിച്ചു തരാട്ടോ. അത് കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മളെ വിരുന്നുകാർ കൊണ്ടുവന്ന പലഹാരം ഇതെന്തമ്മ എന്താ അറിയില്ല, നമ്മൾ കണ്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ തുറന്നു നോക്കട്ടോ. എന്താ ലഡു ആണമ്മ. ലഡു ലഡു കുട്ടിയൊക്കെ ഞാൻ പറഞ്ഞു കുട്ടിയൊക്കെ കൊടുത്താൽ മതി. ഒന്നും കൂടി കുട്ടിക്ക് അതിനപ്പോ ആ കുട്ടിക്ക് മധുരമുള്ള ഒന്നും വേണ്ട പറഞ്ഞു. കിക്കാറ്റ് കിറ്റ്കാറ്റ് മുട്ടായി ആണ് കേട്ടോ. ഇതൊന്ന് പോണു. ഇപ്പൊ കൊറേ മുട്ടായികളുണ്ട്. കൊറേ മുട്ടായി ഉണ്ട്, നോക്കട്ടെ കേട്ടോ. ഇഷ്ടംപോലെ കേട്ടോ എല്ലാവർക്കും ഒക്കെ കാണിച്ചു കേട്ടോ. എന്താ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കൃഷി നമുക്ക് ഗിഫ്റ്റ് അല്ല, പക്ഷെ ഓര് നമ്മൾ അത്രയും ദൂരത്ത് നമ്മൾ വന്ന് അത്രയും വലിയ ആൾക്കാർ വന്ന് കണ്ട് കോഴിക്കോടൻ ഹൽവ. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അതന്നെ കാരണം ഒന്നല്ലാത്ത നമ്മള് അത്രയും ആൾക്കാർ കാണാൻ വന്നത് വളരെ സന്തോഷം. ആരൊക്കെയായി പിന്നെ എന്നും കോണ്ടാക്ട് ഉണ്ട് വാട്സപ്പില്. ഇനിയിപ്പോ എല്ലാരും മൊത്തം ഫാമിലി വരുമല്ലോ കുറച്ച് കഴിയുമ്പോ. അപ്പൊ ഞങ്ങള് ഇന്നത്തെ വിശേഷം പറഞ്ഞ കൊറേ നേരം ഒഴുകും.
ചേച്ചി ഇന്നത്തെ വിശേഷം കുറെ നേരമായിരിക്കും. അപ്പൊ നാളെ ഒരു അടിപൊളി സർപ്രൈസ് വീഡിയോ ആണ്. നാളെ സർപ്രൈസ്. അപ്പൊ എല്ലാവർക്കും കുട്ടങ്ങൾ കൊണ്ടുവന്ന് വിരുന്നുകാർ കൊണ്ടുവന്ന് എല്ലാരും കഴിച്ചോളി. ഞാൻ ചെറിയ പൊട്ടിനോട് കുറച്ചുണ്ട് കുറെ എടുക്കാം. അപ്പൊ നാളെ കാണാം. സർപ്രൈസ് വീഡിയോ ആയിട്ട് വരാം നാളെ. അതെ, നാളത്തെ സർപ്രൈസ് ആയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ബൈ.